ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോസ്ലിൻ ദ സീക്രട്ട് സ്റ്റോറീസ് യെറ്റ് അനദർ സീരീസ് ഫ്രം ഹോട്ട്സ്റ്റാർ. ജിയോ ഹോട്ട്സ്റ്റാറിൽ വീണ്ടും ഒരു മലയാളം വെബ് സീരീസ് വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ മലയാളം വെബ് സീരീസുകൾ വന്നിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ്. അപ്പോൾ ഞാനിത് കാണാനുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീത്തു ജോസഫ് ഷോ റണ്ണർ എന്ന് പറഞ്ഞിട്ട് ഈ സീരീസിൻ്റെ ടൈറ്റിൽ കാർഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ജീത്തു ജോസഫ് പ്രസൻസ്. നമുക്കറിയാലോ ഈ ഒരു സംഭവം സീക്രട്ട് സ്റ്റോറീസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ നമ്മളൊരു ഹൊററാണോ അല്ലെങ്കിൽ ഡ്രാമയാണോ ക്രൈമാണോ എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഇവർക്ക് ഉണ്ടാക്കാൻ എന്തായാലും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെ ഞാൻ ഈ സിനിമ അല്ലെങ്കിൽ ഈ ഒരു വെബ് സീരീസ് കാണാൻ വേണ്ടിയിരുന്നത്. 6 എപ്പിസോഡ്സാണ് സംഭവം ഉള്ളത്. ഹൊറർ ഒന്നുമല്ല, ഹൊറർ എലമെൻസ് ഒക്കെ ഇടയ്ക്കൊക്കെ വന്നു പോകുന്നുണ്ട്. പക്ഷേ കൂടുതലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ അത്രയ്ക്ക് ത്രില്ലടിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു സത്യാവസ്ഥ എന്നുള്ള കാര്യം ഞാൻ ഫുള്ളായിട്ട് എപ്പിസോഡ് 1 to 6 എല്ലാ രീതിയിലും ഇവാലുവേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ എൻ്റെ തംബ്നെയിൽ എഴുതിയ പോലെ തന്നെ ജീത്തു ജോസഫിൻ്റെ പേര് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മാർക്കറ്റിങ്ങിലാണ്. മാർക്കറ്റിംഗ്. ജീത്തു ജോസഫിൻ്റെ പേരില്ലെങ്കിൽ ഇത് ഫസ്റ്റ് ഡേ കുത്തിയിരുന്ന് കാണാനൊന്നും എത്രത്തോളം ആൾക്കാർ നിൽക്കുന്നുള്ള സംഭവം എനിക്കറിയില്ല. കാരണം ജീത്തു ജോസഫിനെ ഒരു എക്സ്പെക്റ്റേഷൻ ആൾക്കാർക്കുണ്ട്. പക്ഷേ മിരാജ് കഴിഞ്ഞ പ്രാവശ്യം വന്നതിന് ശേഷം ആ എക്സ്പെക്റ്റേഷൻ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടതാണ്. അപ്പോൾ ഷോ റണ്ണർ ജീത്തു ജോസഫ് സാധാരണ റിയാലിറ്റി ഷോയിലും ഡ്രാമ, സ്റ്റേജ് പ്രോഗ്രാം ഇങ്ങനത്തേലൊക്കെയാണ് ഷോ റണ്ണറിനെ കണ്ടിട്ടുള്ളത്. ഈ വെബ് സീരീസിൽ എന്താണ് ഈ ഷോ റണ്ണറിൻ്റെ പരിപാടി എന്നുള്ള സംഭവം എനിക്കറിയില്ല. ഇനി പ്രസൻസ് ആയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തോന്നുന്നു. ഡയറക്ടറിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമേഷ് നന്ദകുമാർ. ഇതുവരെ ഒന്നും ചെയ്തതൊന്നും കണ്ടിട്ടില്ല, എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തില്ല. എ ഫൊർഗറ്റബിൾ ടെയിൽ ഓഫ് സീക്രട്ട് സ്റ്റോറീസ് എന്നേ പറയാനുള്ളൂ. വേറെ ഒന്നുമില്ല. നമുക്ക് ടൈം പാസ്സായിട്ട് വെറുതെ ഇരുന്നിട്ട് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ കുത്തിയിരുന്ന് കാണാം. അല്ലാതെ നമ്മൾ എൻഗേജിങ് ആക്കി സമയം പോകുന്നത് ഒട്ടും അറിയാതെ ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് തോന്നുന്നു ഒരു 2.5-3 മണിക്കൂർ ഉണ്ട് ഓൾമോസ്റ്റ്. എല്ലാം 30-35 മിനിറ്റൊക്കെയാണ് ഓരോന്നിൻ്റെയും ദൈർഘ്യം. അങ്ങനെ ഇരുന്ന് കണ്ട് കുത്തിയിരുന്ന് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. ഒരു ഹിൽ ടോപ്പ്, ക്ലീഷെ ഹിൽ ഏരിയ. നമുക്കറിയാമല്ലോ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ക്ലീഷെ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ് ഹില്ലി ഏരിയ എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു 5-6 കഥാപാത്രങ്ങളുണ്ട്. മെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹക്കീം ഷാ, നമ്മുടെ വിനീത്, മീന, പിന്നെ കുട്ടിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ആൾ. ഇവരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. 80-90% സ്ക്രീൻ സ്പേസും ഇവരാണ് കൊണ്ടുപോകുന്നത്. ഇവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു മടുപ്പിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 5 എപ്പിസോഡ്സിൽ വിനീതിൻ്റെയും മീനേൻ്റെയും പൊറാട്ട് നാടകം പോലെയുള്ള ഡ്രാമാറ്റിക് ആക്ടിങ്, ഡയലോഗ്സ്, അവരുടെ ബോഡി മാനറിസംസ്, അവർ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പൊറാട്ട് നാടകം എന്ന് പറഞ്ഞാൽ അമ്മാതിരി രീതിയിൽ എന്താ പറയുക, അത്രയും ഒരു നാടകീയതയാണ് ആ ഒരു പെർഫോമൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു 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 ടെലിവിഷൻ ഷോ ആണെന്ന് വരെ നമുക്ക് തോന്നില്ല. എന്തോ ഒരു സ്റ്റേജ് ഡ്രാമയൊക്കെ ഉണ്ടാവില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പൊറാട്ട നാടകം ചിലപ്പം വേറെ ആയിരിക്കും സംഭവം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ്. അതുപോലെ തന്നെ മീനയ്ക്ക് കൊടുത്തിരിക്കുന്ന സൗണ്ട് എന്തോ തീരെ ചേരാത്ത പോലെ. ദൃശ്യത്തിലൊക്കെ മീനയുടെ വോയിസ് ആരോ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് വളരെ മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അവർക്ക് പറ്റിയൊരു ഒരു വോയിസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് വേറെ ഏതൊരാൾ ഭയങ്കര ബലമെല്ലാം പിടിച്ച് സംസാരിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര എന്താ പറയുക, കുറച്ചും കൂടി ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു വോയിസ്. അത് തീരെ ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസ് ആയിട്ട് ഇടുക അത് കേട്ടിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സിനാപ്സിസ് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഗ്രീൻ ഐഡ് ആയിട്ടുള്ള ഒരാൾ വരുന്നു, ഈ കുട്ടിയുടെ ഡ്രീംസിൽ നൈറ്റ് മെയർ ആയിട്ട് വരുന്നു. ഈ ഗ്രീൻ ഐഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ബോറിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇതുപോലെ പൂച്ചക്കണ്ണും ഇരുട്ടിൽ കാണുന്ന സംഭവമൊക്കെ ആയിട്ട് വന്നത് ബിഗ് ബ്രദറാണ്. അത് ഏത് രീതിയിൽ എയറിൽ കയറ്റിയ സിനിമയാണെന്ന് നമുക്കറിയാം മലയാളത്തിൽ. അപ്പോൾ ഈ പച്ച കണ്ണ്, ഇലുമിനേറ്റിംഗ് ഗ്രീൻ നിയോൺ ഐസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സോ 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 ക്ലീഷേ ബോറിംഗ് ആണെന്ന് പറയണം. ഒരു 5 വയസ്സുള്ള കുട്ടീനെയൊക്കെ ചിലപ്പോൾ ഈ പച്ചക്കണ്ണൊക്കെ കാണിച്ച് എക്സൈറ്റ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയിലോട്ടേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റുമായിരിക്കും. അതർവൈസ് ഇറ്റ്സ് ഓൾ ജസ്റ്റ് ടെംപ്ലേറ്റ്, ബോറിങ്, സ്റ്റീരിയോ ടൈപ്പ് കൈൻഡ് ഓഫ് തിങ്സ്. ഒന്നും തന്നെ അതിൽ പ്രത്യേകതയോ ഒന്നും തന്നെ ഉള്ളതായിട്ട് പറയാനോ ഒന്നും തന്നെ സംഭവങ്ങളില്ല. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 5 എപ്പിസോഡ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
ഇതാണോ സംഭവങ്ങൾ, അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അങ്ങോട്ടേക്ക് സ്പോയിലേഴ്സ് ഉണ്ടാവും, അതുകൊണ്ട് സീരീസ് കണ്ടവർ മാത്രം ഇതിരുന്നിട്ട് കണ്ടാൽ മതി. അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ ലാസ്റ്റായിട്ട് തീരുമല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഡ്രാമ ക്രൈം ത്രില്ലറിൻ്റെ ഒരു ഫോർമാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ജീത്തു ജോസഫിൻ്റെ ഒരു എലമെൻസ് ഒക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ അത് ആവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. അവസാനം തന്നെ എല്ലാം കൂടി ഒരു കാച്ചി കുറുക്കി, ആ ഇതൊക്കെയായിരുന്നു സംഭവം, ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഓ ശരി ഞങ്ങളെല്ലാം കേട്ടു, വെൽക്കം ചെയ്തു, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ശരി എന്നാൽ പോവാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്നാലും ഫസ്റ്റ് ടു 6 എപ്പിസോഡ്സ് നോക്കുകയാണെങ്കിൽ അവസാനത്തെ എപ്പിസോഡാണ് ഏറ്റവും എൻഗേജിങ് ആയിരിക്കുന്നത്. അതും കൂടി എൻഗേജിങ് ആയിട്ടില്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഫുള്ള് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, ഒരു ഭയങ്കര ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മുടെ കേരള ക്രൈം ഫയൽസിൻ്റെ ഒക്കെ ലെവൽ ഇന്നും ടോപ്പ് മോസ്റ്റ് ബെസ്റ്റ് വെബ് സീരീസ് എവർ പ്രൊഡ്യൂസ്ഡ് ഇൻ മലയാളമായിട്ട് തന്നെ അത് കിടക്കും. അതിനെ കവിച്ച് മറിച്ച് വെക്കാൻ പറ്റുന്ന തരത്തിൽ യാതൊരു സംഭവം ഇതുവരെ എത്തിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ കരണ്ടും പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇതിനെ കൊണ്ട് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ്. കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമൻസ് ആയിട്ട് വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ് വെബ് സീരീസ് റോസ്ലിൻ ദ സീക്രട്ട് ടെയിൽസ്. അങ്ങനെ എന്തോ ആണ് സംഭവം, റോസ്ലിൻ അത് തന്നെ സംഭവം, അതാണ് മെയിൻ ക്യാരക്ടറായിട്ടുള്ള കുട്ടിയുടെ ക്യാരക്ടർ നെയിം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തും. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. അത് വീഡിയോ കാണുന്ന 98% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. നമ്മളൊരു 800+ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടും ഫുഡ് വ്ളോഗ്സ്, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. അതെല്ലാം ഫീൽ ഫ്രീ ടു സർഫ് ത്രൂ മൈ ചാനൽ. ആൻഡ് ഇഫ് യു ഹാവ് എനി കമൻറ്റ്സ് ഓർ റെക്കമെൻഡേഷൻസ് ഓർ സംതിങ്, ഡ്രോപ്പ് എ കമൻറ്റ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കണ്ട. വിൽ കം വിത്ത് അനദർ